Good morning, my dear students. Today we are discussing about the topic cyber security principles. The UK internet industry and government recognized the need to develop a series of guiding principles for improving the online security of the ISPs customers and limit the rise in cyber attack. By the UK internet industry ഗവൺമെൻറ്റും കൂടെ ഒരു സീരീസ് ഓഫ് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ഓൺലൈൻ സെക്യൂരിറ്റി ഓഫ് ദി ISPs. ISPs എന്ന് വെച്ചാൽ എന്താ? ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കസ്റ്റമേഴ്സിന് ഓൺലൈൻ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും. അതിൽ നിന്ന് സൈബർ അറ്റാക്കിൽ നിന്നും ഒരു ലിമിറ്റ് വരെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു UK ഇൻ്റർനെറ്റ് ഇൻഡസ്ട്രിയും ഗവൺമെൻറ്റും കൂടെ ഡെവലപ്പ് ചെയ്ത കുറച്ച് പ്രിൻസിപ്പിൾസാണ്, ഗൈഡിങ് പ്രിൻസിപ്പിൾസാണ് ഇവിടെ പറയുന്നത്. ISPs എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമ്മൾ പറയുകയാണെങ്കിൽ ഐഡിയ, എയർടെൽ, ഇതൊക്കെ ISPs ആണ്. ഓക്കെ. സൈബർ സെക്യൂരിറ്റി ഫോർ ദിസ് പർപ്പസ് എൻകംപസസ് ദി പ്രൊട്ടക്ഷൻ ഓഫ് എസെൻഷ്യൽ ഇൻഫർമേഷൻ, പ്രോസസ്സസ് ആൻഡ് സിസ്റ്റം കണക്റ്റഡ് ഓർ സ്റ്റോർ ഓൺലൈൻ വിത്ത് എ ബ്രോഡ് വ്യൂ അക്രോസ് ദി പീപ്പിൾ, ടെക്നിക്കൽ ആൻഡ് ഫിസിക്കൽ ഡൊമൈൻസ്. അപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി മെയിനായിട്ട് ഈ പ്രിൻസിപ്പിൾസ്, ഈ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് വഴി സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ല, സൈബർ അറ്റാക്കിൽ നിന്നുള്ള ഒരു അറ്റാക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ പ്രിൻസിപ്പിൾസ് അവർ ഡെവലപ്പ് ചെയ്തു. എന്തിനാ ഇങ്ങനെ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യുന്നത് വഴി നമ്മുടെ സിസ്റ്റത്തെയും അതുപോലെ അതിൽ നടക്കുന്ന പ്രോസസ്സെയും ഓൺലൈനായിട്ട് നടക്കുന്ന സർവീസസെയും ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഇതെല്ലാം സൈബർ അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. 10 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. എക്കോണമി ഓഫ് മെക്കാനിസം, ഫെയിൽ സേഫ് ഡിഫോൾട്ട്, ലീസ്റ്റ് പ്രിവിലേജ്, ഓപ്പൺ ഡിസൈൻ, കംപ്ലീറ്റ് മീഡിയേഷൻ, സെപ്പറേഷൻ ഓഫ് പ്രിവിലേജ്, ലീസ്റ്റ് കോമൺ മെക്കാനിസം, സൈക്കോളജിക്കൽ acceptability, work factors, then compromise record. അപ്പോൾ ഈ കോംപ്രമൈസ് റെക്കോർഡ് ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പ്രിൻസിപ്പിൾസ് UK ഓർഗനൈസേഷനും ഗവൺമെൻറ്റ്സും കൂടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് എക്കോണമി ഓഫ് മെക്കാനിസം. എക്കോണമി ഓഫ് മെക്കാനിസം, ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് സെക്യൂരിറ്റി മെക്കാനിസം ഷുഡ് ബി ആസ് സിമ്പിൾ ആൻഡ് സ്മോൾ ആസ് പോസിബിൾ. നമ്മുടെ സെക്യൂരിറ്റി മെക്കാനിസം സിമ്പിളും ആയിരിക്കണം, എന്നാൽ സ്മോൾ ആൻഡ് സിമ്പിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് എക്കോണമിക്കൽ കോസ്റ്റ് വഴി ക്യാഷ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നമ്മുടെ ചിലവാകാനും പാടില്ല, എന്നാൽ സിമ്പിൾ ആവുകയും വേണം. എന്നാൽ നല്ലൊരു മെക്കാനിസം, നല്ലൊരു ഹാക്കർ അറ്റാക്കിൽ നിന്നുള്ളൊക്കെ നമ്മുടെ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നല്ലൊരു സൈബർ സെക്യൂരിറ്റി ആയിരിക്കുകയും വേണം. ദി എക്കോണമി ഓഫ് മെക്കാനിസം പ്രിൻസിപ്പിൾ സിംപ്ലൈസ് ദി ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സെക്യൂരിറ്റി മെക്കാനിസം. ഇഫ് ദി ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻസ് ആർ സിമ്പിൾ ആൻഡ് സ്മോൾ, ഫീവർ പോസിബിലിറ്റീസ് എക്സിസ്റ്റ് ഫോർ എവേഴ്സ്. നമ്മുടെ ഡിസൈനും ഇംപ്ലിമെൻറ്റേഷനും സിമ്പിളും സ്മോളും ആവുകയാണെങ്കിൽ എറേഴ്സൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് കുറച്ച് ഫീവറായിട്ടൊക്കെ കുറച്ച് എറേഴ്സൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു കേസിൽ പറയാം, നമ്മളൊരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ആ 2 നമ്പേഴ്സ് ഒരു പ്രോഗ്രാം, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രോഗ്രാമറിൻ്റെ നോളേജ് അനുസരിച്ച് ആ ഒരു പ്രോഗ്രാംസിനെ എത്രത്തോളം സിമ്പിൾ ആക്കുകയും ചെയ്യാൻ പറ്റും, അതോടൊപ്പം എത്രത്തോളം ഡിഫിക്കൽട്ടും ആക്കുകയും ചെയ്യാം, അല്ലേ? ഡിപ്പെൻഡ്സ് ഓൺ ദി പേഴ്സൺ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുന്ന ഈ ഹാക്കർ സെക്യൂരിറ്റി മെക്കാനിസം ഡെവലപ്പ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടും എന്നാൽ ഒരുപാട് ലാർജായിട്ട് വരാതെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വളരെ സിമ്പിളും സ്മോളും ആക്കുകയാണെങ്കിൽ എറേഴ്സ് ഒക്കർ ചെയ്യാനുള്ള സിറ്റുവേഷൻസൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ദി ചെക്കിംഗ് ആൻഡ് ടെസ്റ്റിംഗ് പ്രോസസ്സ് ഇസ് ലെസ് കോംപ്ലിക്കേറ്റഡ് സോ ദാറ്റ് ഫീവർ കമ്പോണൻസ് നീഡ് ടു ബി ടെസ്റ്റഡ്. അങ്ങനെയുള്ള കേസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമുക്ക് എറേഴ്സൊക്കെ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതുപോലെ അതിൻ്റെ ടെസ്റ്റിംഗ് നടത്താനും പ്രോസസ്സിംഗ് ഒക്കെ നടത്താനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും ചെയ്യും. ദെൻ ഫെയിൽ സേഫ് ഡിഫോൾട്ട്. ദി ഫെയിൽ സേഫ് ഡിഫോൾട്ട് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഡിഫോൾട്ട് കോൺഫിഗറേഷൻസ് ഓഫ് എ സിസ്റ്റം ഷുഡ് ഹാവ് എ കൺസർവേറ്റീവ് പ്രൊട്ടക്ഷൻ സ്കീംസ്. അതായത് ഫെയിൽ സേഫ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീഫോൾട്ട് ഗ്രൂപ്പ്സ്, അല്ലേ? അഡ്മിനും ഉണ്ടാകും, നോർമൽ യൂസറിനും ഉണ്ടാകും. ദെൻ അഡ്മിൻ എന്തൊക്കെ പ്രിവിലേജുകൾ, എന്തൊക്കെയാണ് റൈറ്റ്സുകൾ
കൊടുക്കേണ്ടത്, ദെൻ അഡ്മിനാണ് ഓരോ യൂസേഴ്സിനും എന്തൊക്കെ റൈറ്റ്സുകൾ എന്തൊക്കെ കേസിൽ കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഇത് ഫെയിൽ സേഫ് ഡിഫോൾട്ട് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഡിഫോൾട്ട് കോൺഫിഗറേഷൻസ് ഓഫ് എ സിസ്റ്റം ഷുഡ് ഹാവ് എ കൺസർവേറ്റീവ് പ്രൊട്ടക്ഷൻ സ്കീം. അപ്പം നമ്മൾ ഒരു സിസ്റ്റം കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പ്രിവിലേജിനനുസരിച്ചായിരിക്കും ആ സിസ്റ്റത്തിൻ്റെ മുമ്പോട്ടുള്ള യൂസേജ് എന്ന് പറയുന്നത്. ഇപ്പം നോർമൽ ഒരു യൂസറിന് കയറി പ്രോഗ്രാം ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒന്നും അറിയാത്ത ഒരു യൂസർ കയറി ആ പ്രോഗ്രാം ഫയൽസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ സിസ്റ്റം ഒന്നും കൂടെ കോൺഫിഗറേഷൻസ് നടത്തേണ്ടി വരും. അപ്പോൾ ഡീഫോൾട്ട് പ്രിൻസിപ്പിൾ ഫെയിൽ സേഫ് ഡീഫോൾട്ട് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കോൺഫിഗറേഷൻ ചെയ്യുന്നതിനെ അനുസരിച്ചായിരിക്കും നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്ഷൻസ്. ദിസ് പ്രിൻസിപ്പിൾസ് ഓൾസോ റെസ്ട്രിക്റ്റ് ഹൗ പ്രിവിലേജസ് ആർ ഇനിഷ്യലൈസ്ഡ് വെൻ എ സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ് ഈസ് created. Whenever access privilege or right or some security related attributes is not explicitly granted, it should not be granted access to that object. Example, if we will add a new user to an operating system, the default group of the user should have fewer access right to the files and services. Okay, then next one, least privilege. This principle states that a user should only have those privilege that need to complete his task. Its primary function is to control the assignment of right granted to the user, not the identity of the user. Least privilege എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു സിസ്റ്റം കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റൈറ്റ്സ് ഏതൊക്കെ യൂസേഴ്സിന് കൊടുക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പം നമ്മൾ കൊടുക്കുന്ന പ്രിവിലേജിനനുസരിച്ച്, ഇപ്പോൾ ഞാനൊരു നോർമൽ യൂസറാണ്, ഞാൻ കയറി പ്രോഗ്രാം ഫയൽസുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻസ് മുഴുവൻ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ പ്രിവിലേജ് എനിക്ക് തരികയാണെങ്കിൽ, നോർമൽ യൂസറായിട്ടുള്ള ഞാൻ കയറി അല്ലേ, ഒരു ഹാക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സിസ്റ്റം ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഇൻഫർമേഷൻസൊക്കെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ചാൻസുകളുണ്ട് അല്ലേ. അപ്പോൾ കൊടുക്കുന്ന പ്രിവിലേജിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന എഫക്റ്റ്. ഓക്കെ, ദെൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഈ ഒരു യൂസേഴ്സിന് ഈ പ്രിവിലേജസ്, നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ എന്തും ചെയ്യാനുള്ള പ്രിവിലേജ് കൊടുത്താൽ എന്തായിരിക്കും പ്രശ്നം? യാതൊരു സംശയമില്ല, നമ്മുടെ സിസ്റ്റത്തെ ഹാക്ക് ചെയ്യുക തന്നെ ചെയ്യും. ദിസ് മീൻസ് ദാറ്റ് if the boss demand root access to a Unix system that you administer, she or he should not be given that right unless he or she has a task that requires such level of access. If possible, the elevated rights of the user identifier should not be removed as soon as those rights are no longer needed. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഒരു സിസ്റ്റം യൂണിക്സ് സിസ്റ്റത്തിൻ്റെ റൂട്ടിന് നമുക്കറിയാം ഡയറക്ടറി ഉണ്ട്, സബ് ഡയറക്ടറീസ് ഉണ്ട്, /bin എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലിനക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ഡയറക്ടറിയുടെ അല്ലെങ്കിൽ യൂണിക്സ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കൺട്രോൾ ആർക്കായിരിക്കും? അഡ്മിനായിരിക്കും അല്ലേ. ആ അഡ്മിൻ കൊടുക്കുന്ന പ്രിവിലേജിനനുസരിച്ചിരിക്കും ഓരോ ഫയൽസിൻ്റെയും ഓരോ ഡയറക്ടറിയുടെയും ആക്സസും യൂസേഴ്സും. ഓക്കെ, അപ്പം ചുമ്മാതെ എല്ലാം റൈറ്റ്സും കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും എഫക്റ്റ്? നമ്മുടെ സിസ്റ്റത്തെ ഫുള്ളായിട്ടത് ഹാക്ക് ചെയ്യും. ഇന്ന യൂസർ ഇന്നത് ചെയ്യാൻ മാത്രമുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, ഓപ്പൺ ഡിസൈൻ. ദി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദി സെക്യൂരിറ്റി ഓഫ് എ മെക്കാനിസം ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി സീക്രസി ഓഫ് ഇറ്റ്സ് ഡിസൈൻ ഓർ ഇംപ്ലിമെൻറ്റേഷൻസ്. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രിൻസിപ്പിൾ പറയുന്നത് 10 പ്രിൻസിപ്പിൾസിലെ ഓപ്പൺ ഡിസൈൻ പ്രിൻസിപ്പിൾ പറയുന്നത് സെക്യൂരിറ്റി ഓഫ് എ മെക്കാനിസം ഷുഡ് നോട്ട്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഡിസൈൻ ഓർ ഇംപ്ലിമെൻറ്റേഷൻ, സീക്രസി ഓഫ് ഇറ്റ്സ് ഡിസൈൻ ഓർ ഇംപ്ലിമെൻറ്റേഷൻസ്, ആ സിസ്റ്റത്തിൻ്റെ ഡിസൈനോ ഇംപ്ലിമെൻറ്റേഷനോ ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മുടെ സെക്യൂരിറ്റി ഇരിക്കുന്നത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് കോംപ്ലക്സിറ്റി ഡസ് നോട്ട് ആഡ് സെക്യൂരിറ്റി. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് ദി അപ്രോച്ച് നോൺ ആസ് സെക്യൂരിറ്റി ത്രൂ obscurity. This principle not only applies to information such as password or cryptographic system but also to other computer security related operations. Example, DVD player and content scraping system, CSS protection. The CSS is a cryptographic algorithm that protects the DVD movie disk from unauthorized copying. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡിസൈനോ ഇംപ്ലിമെൻറ്റേഷനോ ബേസ് ചെയ്ത് മാത്രമല്ല നമ്മുടെ സിസ്റ്റം ഇരിക്കുന്നത്. സെക്യൂരിറ്റി ത്രൂ ഒബ്സ്ക്യൂരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന, അതായത് ഇൻഫർമേഷൻ സച്ചസ് പാസ്വേഡ് കൊടുത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ DVD കേസിലൊക്കെ പറയുവാണെങ്കിൽ
ഒരു ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. എന്ത് DVDസിൻ്റെ മൂവീസിനെ അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം. എന്താണ് ഈ ക്രിപ്റ്റോഗ്രാഫിക് എന്ന് പറയുന്നത്? എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ടെക്നിക്സ്, അതൊരു സെക്യൂരിറ്റി ഒരു എന്താണ് മെക്കാനിസമാണ്. ആ മെക്കാനിസം വഴി നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ്, ഇപ്പോൾ നമുക്ക് വാട്സപ്പിലൊക്കെ കാണാം നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് എൻക്രിപ്റ്റഡ് മെസ്സേജ് സെൻഡ് എന്ന് പറഞ്ഞ് കാണാം. എന്താണ് എൻക്രിപ്റ്റഡ് മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജസിനെ ബൈനറി ഫോമാറ്റിലേക്ക് മാറ്റി അതിലേക്ക് പ്രൈവറ്റ് കീസ്, സീക്രട്ട് കീസ് ഒക്കെ ആഡ് ചെയ്യും. സെൻഡ് ചെയ്യുന്ന ആ സീക്രട്ട് കീസ് റിസീവറിൽ എത്തിച്ചേരുമ്പം അവിടെ നിന്നും ഡീക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്ത് ആ സീക്രട്ട് കീസിനെ റിമൂവ് ചെയ്ത് ഒറിജിനൽ മെസ്സേജ് അവിടെ കിട്ടും. അതുപോലെ ഉള്ള ക്രിപ്റ്റോഗ്രാഫിക് മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മുടെ സെക്യൂരിറ്റി നമുക്ക് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ കംപ്ലീറ്റ് മീഡിയേഷൻ. The principle of complete mediation restrict the catching of informations which often lead to simpler implementation of mechanism. The idea of this principle is that access to every object must be checked for compliance with a protection scheme to ensure that they are allowed. As a consequence, there should be way of performance improvement technique which save the details of previous authorization checks since the permission can change over time. An online banking website should require user to sign in again after a certain period, like we can say 20 minutes has elapsed. അതായത് കംപ്ലീറ്റ് മീഡിയേഷൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ ബാങ്കിങ് വെബ്സൈറ്റ് ഒരു ടൈമർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ആ ടൈമിനുള്ളിൽ യൂസർ അതിൽ പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ആ ടൈമിനുള്ളിൽ അത് നടക്കുന്നില്ല, പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? ടൈം ഔട്ട് ആയി പോകും അല്ലേ? വീണ്ടും അവരോട് പറയുവാണ് വീണ്ടും നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കയറുക എന്നുള്ളത്. അതാണ് കംപ്ലീറ്റ് മീഡിയേഷൻസ് എന്ന് പറയുന്നത്. ക്യാച്ചിങ് ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഓഫൺ ലീഡ് ടു സിംപ്ലർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മെക്കാനിസംസ്. വീണ്ടും ഒരു സിംപ്ലർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മെക്കാനിസം എന്ന് വെച്ചാൽ ഇവിടെ നമ്മളിവിടെ ടൈം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. 20 മിനിറ്റ്സിന് ശേഷം വീണ്ടും ആ ഇൻഫർമേഷൻസിനെ നമ്മൾ ക്യാച്ച് ചെയ്യുകയാണ്. ദി ഐഡിയ ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ഇസ് ദാറ്റ് ആക്സസ് ടു എവറി ഒബ്ജക്റ്റ് മസ്റ്റ് ബി ചെക്ക്ഡ് ഫോർ കംപ്ലിയൻസ് വിത്ത് എ പ്രൊട്ടക്ഷൻ സ്കീം ടു എൻഷുർ ദാറ്റ് ദേ ആർ അലൗഡ്. ആസ് എ കോൺസിക്വൻസ് ദർ ഷുഡ് ബി വേ ഓഫ് പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് ടെക്നിക് വിച്ച് സേവ് ദി details of previous authorization check since the permission can change over time. Okay, then next one, separation of privilege. This principle states that a system should grant access permission based on more than one condition being satisfied. These principles may also be restrictive because it limits access to the system entities. Thus, before privilege is granted, more than 2 verifications should be performed. Example, to change to root, 2 conditions must be met. That the user must know the root password and user must be in the right group with. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രിവിലേജ് ചേഞ്ച് ചെയ്യണം. സിസ്റ്റം ഷുഡ് ഗ്രാൻഡ് ആക്സസ് ടു പെർമിഷൻ ബേസ്ഡ് ഓൺ മോർ ദാൻ വൺ കണ്ടീഷൻ ബീങ് സാറ്റിസ്ഫൈഡ്. ഇപ്പം നമ്മൾ പറയുകയാണ് യൂസർ നെയിമും പാസ്വേഡും. ഇപ്പോൾ യൂസർ നെയിം കറക്റ്റാണ്, പക്ഷേ നമ്മുടെ പാസ്വേഡ് റോങ് ആണെങ്കിൽ നമുക്ക് സൈൻ ഇൻ ചെയ്ത് കയറാൻ വേണ്ടി പറ്റുമോ? ഇല്ല. മോർ ദാൻ വൺ കണ്ടീഷൻസ് ആണ്. അതുപോലെ അതാണ് സെപ്പറേഷൻ ഓഫ് പ്രിവിലേജ് എന്ന് പറയുന്നത്. പ്രിവിലേജിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഇത് മോർ ദാൻ വൺ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് എൻട്രി ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ദെൻ വെരിഫിക്കേഷൻസ് ചെക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. മോർ ദാൻ വൺ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ മോർ ദാൻ 2 വെരിഫിക്കേഷൻ ഷുഡ് ബി പെർഫോംഡ്. ഒന്നോ അതിലധികമോ വെരിഫിക്കേഷൻ പെർഫോം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ലിനക്സിൻ്റെ അല്ലെങ്കിൽ യുണിക്സിൻ്റെ റൂട്ടിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ, അതായത് നമ്മുടെ ഡയറക്ടറി ഹോം ഡയറക്ടറിയിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ടും യൂസറിന് എന്തൊക്കെ അറിയണം? റൂട്ടിൻ്റെ പാസ്വേഡും യൂസർ മസ്റ്റ് ബി ഇൻ ദി റൈറ്റ് ഗ്രൂപ്പ് വിൽ, അതായത് യൂസറിൻ്റെ പാസ്വേഡും ഉണ്ടായിരിക്കണം. കൂടാതെ യൂസറിൻ്റെ ആക്സസ്, റൈറ്റ് തുടങ്ങിയ പെർമിഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂസറിന് അങ്ങോട്ട് എൻട്രി ഉണ്ടാകത്തുള്ളൂ. അടുത്തതാണ് ലീസ്റ്റ് കോമൺ മെക്കാനിസം. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ സിസ്റ്റം വിത്ത് മൾട്ടിപ്പിൾ യൂസേഴ്സ് ദി മെക്കാനിസം അലോയിങ് റിസോഴ്സസ് ഷെയർഡ് ബൈ മോർ ദാൻ വൺ യൂസർ ഷുഡ് ബി മിനിമൈസ്ഡ് ആസ് മച്ച് ആസ് പോസിബിൾ. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടാകും. ഈ മെക്കാനിസം അലോ ചെയ്യുന്നത് റിസോഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഷെയർ ചെയ്യാം. മോർ ദാൻ വൺ യൂസർ ഷുഡ് ബി അവർക്ക് ഷെയർ ചെയ്യാം. പക്ഷേ മിനിമൈസ് ആസ് മച്ച്
മച്ച് പോസിബിൾ ഷെയർ ചെയ്യുന്ന ഈ റിസോഴ്സുകളുടെ ഷെയറിങ് മാക്സിമം മിനിമൈസ് ചെയ്യുക. ഈ പ്രിൻസിപ്പിൾസ് ഇതിന് പറയുന്ന പേരാണ് എന്താ ലീസ്റ്റ് കോമൺ മെക്കാനിസം എന്ന് പറയുന്നത്. ദിസ് പ്രിൻസിപ്പിൾ may also be restrictive because its limit is the sharing of resource. If there is a need to access a file or application by more than one user, then this user should use separate channel to access this resource, which help to prevent unforeseen consequences that could cause security problem. അപ്പോൾ ഒരു യൂസറിന് ഒരു റിസോഴ്സ് മോർ ദാൻ വൺ റിസോഴ്സുകൾ കോമൺ ആയിട്ട് ഒരു റിസോഴ്സ് മോർ ദാൻ വൺ യൂസേഴ്സിന് ഷെയർ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പം സെപ്പറേറ്റ് ചാനൽസ് വഴി ഈ റിസോഴ്സുകളെ അവർക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നു. അതുവഴി എന്താ ചെയ്യുക, അവിടെ ഒരു ട്രാഫിക് പ്രോബ്ലം ഉണ്ടാകുകയും ചെയ്യുന്നില്ല, പിന്നെ ഒരു സെക്യൂരിറ്റി പ്രോബ്ലംസും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് സെക്യൂരിറ്റി പ്രോബ്ലംസ് എന്ന് വെച്ചാൽ മോർ ദാൻ വൺ റിസോഴ്സുകൾ സെയിം ഡേറ്റാസ് ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ട്രാഫിക്, ഇപ്പം നമ്മുടെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പം റിസൾട്ടൊക്കെ ചെക്ക് ചെയ്യുകയാണ്, നിങ്ങളുടെ റിസൾട്ട് വരുന്ന കേസിൽ നിങ്ങളുടെ സൈറ്റ് ചിലപ്പം നോട്ട് റീച്ച് കിട്ടത്തില്ല. എന്തുകൊണ്ടായിരിക്കും? ബിസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വരികയാണ്, ട്രാഫിക് പ്രോബ്ലം ഒക്കേർ ചെയ്യാണ്. ഇവിടെ നിങ്ങളുടെ റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ റിസൾട്ട് MG യൂണിവേഴ്സിറ്റിയുടെ സൈറ്റാണ് നിങ്ങളുടെ റിസോഴ്സ്. ആ റിസോഴ്സിൽ നിന്നും മോർ ദാൻ വൺ യൂസേഴ്സ് എന്ന് വെച്ചാൽ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് അതിൻ്റെ റിസൾട്ടാണ് വരുന്നതെങ്കിൽ ആ സ്റ്റുഡൻസ് മുഴുവൻ എന്താണ്? മോർ ദാൻ വൺ റിസോഴ്സുകളാണ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആക്സസ് ചെയ്യുമ്പം ഡിഫറെൻറ്റ് ചാനൽസ് വഴി ഈ റിസോഴ്സുകളെ ആക്സസ് ചെയ്യാൻ ഉള്ള ഒരു മെക്കാനിസം കൊടുക്കുന്നു. അതിനാണ് അങ്ങനെ കൊടുക്കുമ്പം കോൺസിക്വൻസ് ആയിട്ടുള്ള പ്രോബ്ലംസ് അവിടെ ഈ സൈറ്റ് റീച്ച് ചെയ്യാൻ, അതായത് ട്രാഫിക് പ്രോബ്ലം ഒക്കർ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. സൈക്കോളജിക്കൽ അക്സെപ്റ്റബിലിറ്റി. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദി സെക്യൂരിറ്റി മെക്കാനിസം ഷുഡ് നോട്ട് മേക്ക് ദി റിസോഴ്സ് മോർ കോംപ്ലിക്കേറ്റഡ് ടു ആക്സസ് ഇഫ് ദി സെക്യൂരിറ്റി മെക്കാനിസം വെയർ നോട്ട് പ്രസൻറ്റ്. ദി സൈക്കോളജിക്കൽ അക്സെപ്റ്റബിലിറ്റി പ്രിൻസിപ്പിൾ റെക്കഗ്നൈസ് ദി ഹ്യൂമൻ എലമെൻറ്റ് ഇൻ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. When we enter a wrong password, the system should only tell us that the user ID or password was incorrect. It should not tell us that only the password was wrong, as this gives the attacker informations. അതായത് സൈക്കോളജിക്കൽ അക്സെപ്റ്റബിലിറ്റി നമ്മളെപ്പോഴും കാണുന്നതാണ്. നമ്മൾ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുകയാണ്. യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാസ്വേഡ് റോങ് ആയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ യൂസർ നെയിം റോങ് ആയെന്ന് വിചാരിക്കുക. അവർ നമ്മളോട് എടുത്ത് കാണിക്കുമോ നിങ്ങളുടെ പാസ്വേഡാണ് തെറ്റിയതെന്ന് നമ്മളോട് പറയുമോ? ഇല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം ആണ് തെറ്റിയെന്ന് പറയുമോ? ഇല്ല. പകരം എന്താണ് പറയുക? യൂസർ നെയിം ഓർ പാസ്വേഡ് വാസ് ഇൻകറക്റ്റ് എന്നേ പറയുള്ളൂ. ചിലപ്പോൾ യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് നിങ്ങളോട് പറയണം നിങ്ങളുടെ യൂസർ നെയിം ആണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാസ്വേഡ് ഓക്കെയാണ്, പക്ഷേ യൂസർ നെയിം മാത്രം എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഇതാണ് സൈക്കോളജിക്കൽ അക്സെപ്റ്റബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ ഹാക്കർ അറ്റാക്ക് ഇൻഫർമേഷൻസ്, ഇപ്പം ഞാനൊരു സിസ്റ്റത്തെ ഒരു ലാപ്ടോപ്പിൽ കയറുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ ID യിലേക്ക് ഞാൻ കയറി പോവുകയാണ്. അപ്പോൾ യൂസർ നെയിം അവിടെയുണ്ട്, പാസ്വേഡ് ഞാൻ കൊടുത്തു, പാസ്വേഡോ യൂസർ നെയിമോ നിങ്ങൾക്ക് ഇൻകറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണിക്കുന്ന മെസ്സേജ് യൂസർ നെയിം ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാസ്വേഡ് ഓക്കെയാണ്, യൂസർ നെയിമിനായിരിക്കും പ്രശ്നം. ഞാൻ വീണ്ടും യൂസർ നെയിം മാറ്റിയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കും. ലക്കിലി ഏതെങ്കിലും യൂസർ നെയിം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കയറി പോവുകയും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ്, അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സൈക്കോളജിക്കൽ അക്സെപ്റ്റബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next one, work factor. This principle states that the cost of servants a security mechanism should be compared with the resources of a potential attacker when designing a security scheme. In some cases, the cost of circumventing, known as work factor, can be easily calculated. In other words, the work factor is a common cryptographic measure which is used to determine the strength of a given cipher. It does not map directly to cyber security, but the overall concept does apply. അപ്പോൾ ഇവിടെ ഈ സൈഫർ എന്ന് പറഞ്ഞത് ഇപ്പോൾ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് മെസ്സേജുകൾ സെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ക്രിപ്റ്റോഗ്രാഫിക് മെക്കാനിസമാണ് അപ്ലൈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സോഴ്സ് സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എന്താ, മെയിലാകട്ടെ എന്തുവാകട്ടെ, എന്ത് മെസ്സേജ് എന്തുമായിക്കോട്ടെ, ആ ഇൻഫർമേഷൻസെ ക്രിപ്റ്റോഗ്രാഫിക് മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ട് ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുന്നു. ക്രിപ്റ്റോഗ്രാഫിക് മെക്കാനിസം എന്ന് വെച്ചാൽ അതിൽ കുറച്ച് പ്രൈവറ്റ് കീസുകൾ, സീക്രട്ട് കീസുകൾ ആഡ് ചെയ്യുന്നു. ദെൻ നമ്മുടെ ഈ മെസ്സേജസിനെ ഇൻ ദ ഫോം ഓഫ് ബൈനറി ഫോമാറ്റിലേക്കോ കൺവേർട്ട് ചെയ്തിട്ട് അതിൽ സീക്രട്ട് കീസ് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം ദെൻ ഇതിന് പറയുന്ന പേരാണ് എൻക്രിപ്ഷൻ ടെക്നിക്. എൻക്രിപ്റ്റ് ചെയ്തതിന് ശേഷം
ദെൻ തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഡീക്രിപ്ഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നു. ഡീക്രിപ്ഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അതിനെ ഒറിജിനൽ മെസ്സേജാക്കി മാറ്റി. ഡീക്രിപ്ഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൽ ആഡ് ചെയ്തിട്ടുള്ള സീക്രട്ട് കീസ്, ഈ കീസ് സോഴ്സിനും ഡെസ്റ്റിനേഷനും മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഹാക്കർ ഈ മെസ്സേജ് ഹാക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇതിലേതാണ് സീക്രട്ട് കീ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അപ്പം ആ ഒരു പരിധിവരെ നമുക്ക് ആ ഒരു മെസ്സേജിനെ ഹാക്കേഴ്സിൽ നിന്നും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി തിരിച്ച് ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീക്രട്സ് കീസ് അവിടുന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഡീക്രിപ്ഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് ഒറിജിനൽ മെസ്സേജ് ആയിരിക്കും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഇതാണ് വർക്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഇറ്റ് ഡസ് നോട്ട് മാപ്പ് ഡയറക്ട്ലി ടു സൈബർ സെക്യൂരിറ്റി ബട്ട് ദി ഓവറോൾ കോൺസെപ്റ്റ് ഡസ് അപ്ലൈ. അപ്പോൾ സൈബർ സെക്യൂരിറ്റിക്കകത്ത് ഈ ഒരു എൻക്രിപ്ഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റോഗ്രാഫിക് മെക്കാനിസം ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നില്ലെങ്കിലും പക്ഷേ ഓവറോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ സൈബർ സെക്യൂരിറ്റിയുടെ കേസിൽ ഈ ക്രിപ്റ്റോഗ്രാഫിക് മെക്കാനിസം ആയിരിക്കും. ദെൻ കോംപ്രമൈസ് recording. Compromised recording principle states that sometimes it is more desirable to record the details of intrusions than to adopt a more sophisticated message to prevent it. Example, the servers in the office network may keep logs for all access to file. All emails sent are received and all browsing sections on the web. Another example is that internet connecting surveillance cameras as typically example of a compromised recording system that can be placed to protectability. ഇത് ഇത്രയേ ഉള്ളൂ. കംപ്രമൈസ്ഡ് റെക്കോർഡിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നെറ്റിൽ കയറുകയാണ്, നമ്മളൊരു മൊസില്ല ഫയർഫോക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, വെബ് ബ്രൗസർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററിയിൽ കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു മാസം അല്ലെങ്കിൽ ലാസ്റ്റ് 3 വീക്ക് വരെയുള്ള നമ്മുടെ സെർച്ചിങ് ഹിസ്റ്ററീസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരു ഓഫീസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക്സ് ലോഗോ, ആരൊക്കെയാണ് ഈ നെറ്റ്വർക്ക്സ് ആക്സസ് ചെയ്തിരിക്കുന്നത്, ഏത് സമയത്ത്, എത്ര ടൈമിൽ വരെ, ഏതൊക്കെ ഡേയിൽ തുടങ്ങിയ ഇൻഫർമേഷൻസ് മുഴുവൻ, ആ ലോഗ്സുകൾ മുഴുവൻ, ആരൊക്കെയാണ് ഇതിൽ നിന്ന് ഇമെയിൽ സെൻഡ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ ഇൻഫർമേഷൻസ് മൊത്തം ലോഗുകൾ മൊത്തം റെക്കോർഡ് ചെയ്യുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ അവിടെ ചെയ്യുന്നത് അല്ലേ. പ്രൊട്ടക്റ്റിങ്, ഒരു ബിൽഡിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ എല്ലാ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുവഴി നമുക്ക് എന്തെങ്കിലും പ്രശ്നം, നമ്മുടെ ബിൽഡിങ്ങിന് എന്തെങ്കിലും അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ, ക്യാമറ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോഗ്സിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും എന്താണ്, ഏത് സമയത്താണ്, എപ്പോഴാണ് നടന്നതെന്നുള്ളത്. അതാണ് പ്രൊട്ടക്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം റെക്കോർഡിംഗ്, ഇതാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഈ സൈബർ സെക്യൂരിറ്റിയുടെ ബേസ് ചെയ്തുകൊണ്ട്, സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അതായത് UK ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള 10 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. താങ്ക് യു.